മാർക്കോസ് 1:40 മുതൽ 45 വാക്യം. കുഷ്ഠരോഗിക്ക് സുഖപ്പെടുത്തുന്നു. കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്കു മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവന് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധനാകട്ടെ. തക്ഷണം കുഷ്ഠം മാറി അവൻ ശുദ്ധി വന്നു. യേശു അവന് കർശനമായി താക്കീത് ചെയ്തു, പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധീകരിക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിനു സാധിച്ചില്ല. അവൻ പുറത്തു വിജന പ്രദേശങ്ങളിൽ തങ്ങി. ജനക്കൂട്ടത്തെ എല്ലായിടങ്ങളിലും നിന്നും അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ? എൻ്റെ ചെല്ലങ്ങളെല്ലാം സന്തോഷമായിരിക്കണോ? ഹാപ്പിയാണോ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. ആ രോഗങ്ങളെല്ലാം മാറണം. നിങ്ങളെ രോഗികളായിരിക്കണം മക്കൾക്കെല്ലാം അമ്മയുടെ ഈ ഒരു വിളി നിങ്ങൾക്ക് സന്തോഷമാകട്ടെ. അതിനു വേണ്ടിയാണ് അമ്മ ഈ വിളിക്കണേ. നിങ്ങൾ എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുക. ഈ വചനം കുഷ്ഠരോഗി ഇന്ന് സുഖം കൊടുക്കണേ. യേശു ഈ കാഴ്ച അമ്മയുടെ ജീവിതത്തിൽ വന്നതാണ് മക്കളെ. കുഷ്ഠരോഗി ഈ വചനത്തിലുള്ളതെല്ലാം ഇവിടെ സംഭവിച്ചതാണ്. അമ്മ അത് അമ്മയുടെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച അമ്മയ്ക്ക് അനുഭവപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അമ്മ ഒരു കുഷ്ഠരോഗിയായിരുന്നു മക്കളെ. ഈ വെള്ളറുടെ തൊട്ട് ആ തിരുവനന്തപുരം വരെ അന്വേഷിച്ചാൽ അമ്മ കള്ളമല്ല പറയണതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ഭയങ്കര അമ്മ ഒരു കുഷ്ഠരോഗിയായിരുന്നു. അമ്മയ്ക്ക് എവിടെയാണ് കുഷ്ഠമെന്ന് അറിയാമോ? വയറ്റിൽ കുഷ്ഠത്തിന് ആരും അറിയില്ല. മുഖത്തിലാണ് അമ്മയ്ക്ക് കുഷ്ഠരോഗമായിട്ടിരുന്നത്. അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായി. അമ്മ സുന്ദരിയായിരുന്ന അമ്മയ്ക്ക് ആ മുഖത്തിലുള്ളതെല്ലാം എന്ത് ചെയ്യണം? മാറണം. അമ്മയ്ക്ക് ഒരേ പ്രാർത്ഥനയായിരുന്നു. 19 വയസ്സിൽ തുടങ്ങിയ പ്രാർത്ഥന. എപ്പോഴാണ് മാറിയത്? 46 വയസ്സാകുമ്പോഴേക്കാണത് മാറാൻ അമ്മയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് വെച്ചിരുന്ന ആ ഒരു അവസരം. അപ്പോൾ മക്കളെ, അമ്മ ഒത്തിരി വേദനിച്ചു. ഈ വചനത്തിൽ പറഞ്ഞ പോലെ അമ്മ ഒത്തിരി കുഷ്ഠം മാറണം, അമ്മയ്ക്ക് മാറണം. ഒരു ദിവസമായാലും അമ്മ പഴയ ബിന്ദുവായിട്ട് ജീവിക്കണം അമ്മ ആഗ്രഹിച്ചു. അമ്മയുടെ അതെല്ലാം മാറി. ഒരു വൈദ്യൻ കാരണം, നീ ഇവിടെ വരുമോ, പള്ളിയിൽ വരുമോ, ഗസമൻ തോട്ടത്തിൽ വരുമോ? എൻ്റെ യേശു എന്നോട് പറഞ്ഞതാണ്, നീ ഈ ഗസമൻ തോട്ടത്തിൽ 41 ദിവസം വരുമോ? 40 ദിവസം കൊണ്ടിരുത്തിയിട്ട് എന്നെ എന്തിനാണ് പെടുത്തിയത്? വചനം കൊണ്ട് ക്രൂശിന്മേൽ തറഞ്ഞു മക്കളെ. വചനമായ അത് എൻ്റെ ഹൃദയത്തിലോട്ട് എടുത്തിട്ട് വന്നു. 41 ദിവസം എന്നെ കുരിശിലേറ്റി വചനം കൊണ്ട്. വചനം എങ്ങനെയുള്ള വചനം എന്നാണ്? എൻ്റെ സ്വത്തുക്കളെല്ലാം നിയന്ത്രണം, പാവങ്ങൾക്ക് എഴുതി കൊടുക്കണം. അമ്മ പറഞ്ഞു കൊടുക്കാം, അത് പാവപ്പെട്ടവനാണോ കൊടുക്കാം. എനിക്ക് തിന്നാൻ തരണവന് എൻ്റെ മക്കളെ പഠിപ്പിക്കാനും കഴിവുള്ളവരാരുണ്ട്, വരട്ട്. അമ്മ ഏത് സ്വത്തുക്കൾ വേണോ എഴുതി കൊടുക്കാം. അത്രയ്ക്ക് ഭയങ്കര ഹൃദയത്തിൽ സ്പർശിച്ച വചനങ്ങളായിരുന്നു മക്കളെ. അമ്മ എല്ലാത്തിനും അത് എതിർത്ത് പറഞ്ഞു, റിപ്പീറ്റ് കൊടുത്തു. എന്നുവെച്ചാൽ നിൻ്റെ സ്വത്തുക്കൾ കൊടുക്കുമോ നേട്ടം? അമ്മ പറഞ്ഞു കൊടുക്കാം. ആക്ക് വേണോ കൊടുക്കാം മക്കളെ, ആക്ക് വേണോ കൊടുക്കാം. എൻ്റെ മക്കളെ പഠിപ്പിക്കാനും എനിക്ക് ആഹാരമൊക്കെ തന്നാൽ പിന്നെ ആക്ക് കൊടുത്തുകൂടാ, കൊടുക്കാം. അങ്ങനെ 41 ദിവസവും ഭയങ്കരപ്പെട്ട വചനങ്ങളായിരുന്നു അമ്മയ്ക്ക് തന്നത്. എൻ്റെ അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് കറങ്ങി. അമ്മയുടെ രോഗമെല്ലാം 41 ദിവസമായപ്പോൾ മാറി. ഈ ഗസമൻ തോട്ടത്തിൽ അമ്മയുടെ കുഷ്ഠരോഗം എല്ലാം മാറി മക്കളെ. അപ്പോൾ കുഷ്ഠരോഗം മാറും മക്കളെ. നമ്മളെ ഹൃദയത്തിൽ പറഞ്ഞ കുഷ്ഠരോഗം, അടുത്തവരെ കുറിച്ചുള്ള അസൂയ പറഞ്ഞ കുഷ്ഠരോഗം മാറുമോ? ഒരിക്കലും മാറൂല മക്കളെ. നമ്മളെ ഹൃദയം ശുദ്ധമായിരുന്ന നമ്മളെ രോഗങ്ങളെല്ലാം മാറും മക്കളെ. വചനം അതിനെ നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. അതാണ് അമ്മ ഇന്നലെയും പറഞ്ഞത്, വചനം നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരിക. നമ്മളെ വചനമായ ഈ കുഷ്ഠരോഗം അത് അമ്മയ്ക്ക് മാറി. അമ്മ ഒത്തിരി സന്തോഷവതിയാണ്. നിങ്ങൾക്ക് എവിടെ വേണോ സാക്ഷികളുണ്ടത്. അമ്മ കുഷ്ഠരോഗിയായിരുന്നോ? അമ്മയ്ക്ക് വെളിയിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നു മക്കളെ. അമ്മ നാണം കെട്ട് അമ്മയ്ക്ക് ഒരിടവും ഇറങ്ങാൻ പാടില്ലായിരുന്നു. അത്രയ്ക്ക് മുഖം കുഷ്ഠരോഗമായിരുന്നു. അമ്മയുടെ മുഖത്ത് കുഷ്ഠരോഗമായിരുന്നു. അത് സത്യമായിരുന്നു മക്കളെ. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ ഡോക്ടറേഴ്സുമാർക്ക് വരെ എല്ലാത്തിനും സാക്ഷിയുണ്ട്. അവരോട് വരെ നിങ്ങൾക്ക് സാക്ഷി ചോദിക്കാൻ വേണ്ടി. വെള്ളറുടെ തൊട്ട് തിരുവനന്തപുരം വരെ അതിന് സാക്ഷിയുണ്ട്. നെടുമാമ്പളക്കാർക്കൊക്കെ നന്നായി അറിയാം. ഒത്തിരി അമ്മ അത്രയും അതിൽ വിഷമിച്ചു. എൻ്റെ ചെല്ല മക്കളുള്ള എല്ലാ രോഗങ്ങളും മാറണം. ഈ വചനത്തിൽ നടക്കും പോലെ എല്ലാം അമ്മയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് അമ്മ ഇത് ഇത്രയും വലിയതായിട്ട് സാക്ഷിയായിട്ട് അമ്മ പറയണത്. മക്കളെ, ചെല്ല മക്കളുള്ള നിങ്ങളെ രോഗങ്ങളെല്ലാം മാറും. വചനമായ നിങ്ങളെ ആ ഹൃദയത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക മക്കളെ. എല്ലാ ദിവസവും നിങ്ങൾ എവിടെ യാത്രയിലായിരിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കൂടെ നീ വരണമേ. അമ്മ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിറങ്ങണം, എനിക്ക് ആരുമില്ല, എനിക്ക് ദൈവമേ ഉള്ളൂ, ദൈവമായി വചനമേ ഉള്ളൂ എൻ്റെ ഹൃദയത്തിൽ. അതാണ് അമ്മ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നത്.
ചെല്ല മക്കളെ രോഗങ്ങളെല്ലാം മാറും. നിങ്ങൾ വചനമായ ഇതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വചനത്തിനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും. ആ സഹനങ്ങളെല്ലാം സഹിച്ചു പോകുമ്പോൾ ദൈവം നമുക്ക് വിജയം തന്നെ തരും മക്കളെ. നമുക്ക് എന്ത് വേണോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ദൈവം പണം വേണോ, നമുക്ക് ദാരിദ്ര്യമാണോ, നമുക്ക് കടമാണോ, നമുക്ക് വീട് വേണോ, എല്ലാം നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക മക്കളെ. നമുക്ക് ദൈവം തന്നെ ചെയ്യും മക്കളെ. സത്യമായിട്ടും തരും. അമ്മയാണ് പറയണത്. അമ്മ ചോദിച്ചതല്ല, അമ്മയ്ക്ക് തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്, ശക്തമായിട്ട് തേര് തെളിക്കുന്ന ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട മക്കളെ. മനുഷ്യർക്ക് ഒരു തരം കുറ്റം പറയാനും ഒക്കെ ഒരു വ്യഗ്രത കൂടും മക്കളെ. ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണ് മക്കളെ, ഒരുപാട് ഇഷ്ടം. നമ്മൾ എങ്ങനെ കുഷ്ഠരോഗിയായിരുന്നാലും, നമ്മൾ ഏത് വിരൂപയായിരുന്നാലും, നമ്മൾ ഏത് വികലാംഗനായിരുന്നാലും, ഏത് കൈയും കാലും ഇല്ലാത്തവനാലും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. നമ്മളെ എല്ലാ വ്യക്തികളെയും ദൈവത്തിന് ഇഷ്ടമാണ്. ചന്ത ഇല്ലായിരുന്നാലും ചന്തത്തലിരുന്നാലും എങ്ങനെ ഇരുന്നാലും ദൈവത്തിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം മക്കളെ. എൻ്റെ ചെല്ല മക്കളുള്ള രോഗങ്ങളെല്ലാം മാറട്ടെ. എൻ്റെ ചെല്ല മക്കളുകളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. വചനം കേൾക്കണ എല്ലാ മക്കളുകളും സന്തോഷവും സമാധാനവും കുടുംബജീവിതവും എല്ലാം നിങ്ങളെ ജീവിതത്തിലോട്ട് നിങ്ങൾക്ക് വരട്ടെ. നിങ്ങൾ സന്തോഷമായിരിക്കുക മക്കളെ. സന്തോഷമായിരിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിൽ സമാധാനം വരിക. നമ്മൾ പ്രശ്നത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ പ്രശ്നങ്ങളോട്ട് കൂടിക്കൊണ്ടേ വരും. അതെല്ലാം നമ്മൾ സഹിച്ച് ക്ഷമിച്ച് നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ യുദ്ധം ഇവിടെ ഇപ്പോൾ ഈ നമ്മളെ ഈ ഗസമന്തോട്ടത്തിൽ ഇപ്പോൾ യുദ്ധമാണ് നടക്കുന്നത്. അവിടെ ഒരു സമാധാനം ഉണ്ടായില്ല. അവസാനം എന്തരാ നാശത്തിലാണ് എല്ലാം പോയി അവസാനിക്കുക. നമുക്ക് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? വീട്ടിൽ നല്ല അന്തരീക്ഷം നമ്മൾ കൊണ്ടുവരിക. സന്തോഷമായിരിക്കും മക്കൾ. നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറട്ടെ. മക്കളില്ലായിരിക്കുന്നവർക്ക് മക്കൾ കിട്ടട്ടെ. പഠിക്കാൻ ബുദ്ധി, എല്ലാ മക്കൾക്കും പഠിക്കാൻ ബുദ്ധിയും ശക്തിയും എല്ലാം തരട്ടെ. എല്ലാ കഴിവും തരട്ടെ. PSC പരീക്ഷ എഴുതാൻ സങ്കടപ്പെടണം എല്ലാ മക്കളും. നിങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾ നല്ല സന്തോഷമായിട്ട് മുമ്പോട്ട് പഠിക്കുക മക്കളെ. PSC പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറാകുക. നിങ്ങൾക്ക് വിജയമേ ഉണ്ടാവും മക്കളെ. പേടിക്കേണ്ട. നിങ്ങൾ ഒരു സ്നേഹമോ ഒന്നും മനസ്സിൽ നിങ്ങൾ വെച്ചാൽ നിങ്ങൾ പഠിത്തം അത് മാത്രം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരിക. നിങ്ങളെ ലക്ഷ്യം പഠിത്തമായിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിലും മുന്നേറാൻ പറ്റും. PSCയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വിജയിച്ച് മുമ്പോട്ട് വരാൻ പറ്റും മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. ജോലിയില്ലാത്ത മക്കൾക്കെല്ലാം ജോലി കിട്ടട്ടെ. ഗൾഫിരിക്കുന്ന മക്കളെല്ലാം, കയ്യാറക്കുന്ന മക്കൾക്കെല്ലാം രോഗം സഹിക്കുക. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. വീടില്ലാത്തവർക്ക് വീട് എല്ലാം ദൈവം തരും മക്കളെ. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തോട് ചോദിക്കുക മക്കളെ. വചനമായ ഹൃദയത്തിൽ നമ്മൾ അത് ചോദിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ശക്തമായിട്ട് നമ്മൾ വചനത്തിന് സ്നേഹിക്കുമ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നെ ചെയ്യും മക്കളെ. അമ്മേരെ കുഷ്ഠം മാറിയതുപോലെ നിങ്ങൾക്കും അതെല്ലാം മാറും മക്കളെ. അമ്മ ഇവിടെയും 1-2 പേർക്ക് രോഗസൗഖ്യം കൊടുത്തു മക്കളെ. പിന്നീട് അമ്മയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പോയേ ഇല്ല. അപ്പോൾ അതെല്ലാം മാറും മക്കളെ. അത്രയ്ക്ക് അമ്മ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് മക്കളെ. പറയുകയാണ് മക്കളെ. എൻ്റെ സ്വരം കേൾക്കണ എല്ലാ മക്കളും സന്തോഷമായിരിക്കണം. ഒരു മക്കൾ പോലും വേദനിക്കാതെ. വേദനകളെല്ലാം ഉണ്ടാവും മക്കളെ. അതെല്ലാം നമ്മൾ സഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലതേ വരും മക്കളെ. കുടുംബജീവിതത്തിൽ എന്തൊരു തെറ്റ് കണ്ടാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക മക്കളെ. ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കുക മക്കളെ. അല്ലെങ്കിൽ കുടുംബജീവിതം എല്ലാം തവിട് പൊടിയാണ്. നമ്മളെ മക്കൾ അനാഥ മന്ദിരത്തിലോട്ടൊക്കെ പോകേണ്ടി വരും. ആര് എന്തൊരു തെറ്റ് ചെയ്താലും നമ്മൾ വീട്ടിൽ ക്ഷമിക്കാം. ഭാര്യയ്ക്ക് ആ ഭർത്താവിനുള്ള അവകാശമുള്ളൂ. ഒരു കോടതിയിൽ പോയാലും പറയും നീ ഓട്, ഭാര്യയ്ക്ക് അല്ല അവകാശമുള്ളൂ. അതുകൊണ്ട് എല്ലാം നമ്മൾ ക്ഷമിക്കുക മക്കളെ. ഭർത്താവിനെ പറഞ്ഞ് സ്നേഹം കൊടുത്ത്, സ്നേഹത്തിൽ മാത്രമേ നമുക്ക് എല്ലാം തിരുത്തി കൊണ്ടുവരാൻ പറ്റൂ. സ്നേഹം കൊടുക്കുക മക്കളെ. സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങളെ ഗസമൻ തോട്ടം പോലെ നല്ല സന്തോഷമുള്ള നല്ല ഭവനമായി, നല്ല സന്തോഷമുള്ള ഭവനമായി നിങ്ങളെ ഭവനമെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോൾ ഭർത്താവിൻ്റെ ഒന്ന് ക്ഷമിക്കുക മക്കളെ. ഭാര്യ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരും, ഭർത്താവ് ഒന്ന് ഭാര്യയോട് ക്ഷമിക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ട്. വചനമായ ദൈവത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക. വചനം തന്നെ മക്കളെ ദൈവത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക മക്കളെ. ആ വചനമായ ദൈവത്തിനെ മുറുകെ പിടിക്കുക. അല്ലാതെ നമുക്ക് ആരുമില്ല മക്കളെ. അവരെല്ലാം എല്ലാവരും ഒറ്റയ്ക്ക് കണ്ണീര് തുടയ്ക്കും ആരുമില്ല മക്കളെ. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നമുക്ക് ദൈവമേ ഉള്ളൂ മക്കളെ. ആ ദൈവമായ വചനം നീയേ ഉള്ളൂ, എനിക്ക് ആരുമില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും വചനത്തിനെ മുറുകെ പിടിക്കുക മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ. നിങ്ങളെ രോഗങ്ങളെല്ലാം മാറട്ടെ. എൻ്റെ സ്വരം കേൾക്കണേ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. രോഗങ്ങളെല്ലാം മാറും. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങളെ വിഷമങ്ങൾ മാറും. മക്കളില്ലാതിരിക്കുന്നവർക്ക് മക്കൾ കിട്ടും. വീടില്ലാതിരിക്കുന്നവർക്ക് വീട് കിട്ടും. നിങ്ങളെല്ലാം ചോദിക്കുക ദൈവത്തോട്. വചനത്തിനെ നിങ്ങളെ ദൈവമായ വചനത്തിന് നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവരിക മക്കളെ. നിങ്ങൾ സന്തോഷമായിരിക്കുക മക്കളെ. എല്ലാ മക്കളും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ കിട്ടട്ടെ മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. കരുണയുടെ സഹായം തന്നെയാണ് നിങ്ങൾ. എൻ്റെ ചെല്ല മക്കളെല്ലാം എനിക്ക് തരണം. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. ഗൾഫിലിരിക്കുന്ന മക്കൾക്ക് ജോലി ചെയ്ത് ശമ്പളം കിട്ടാൻ, മക്കളെ ജോലി ചെയ്ത് വീട്ടിൽ കുടുംബം നോക്കിയിരിക്കുകയാണ്. എല്ലാ മക്കൾക്കും ശമ്പളങ്ങൾ നിങ്ങൾ ജോലി ചെയ്യണവർക്ക് കറക്റ്റാಗಿ കൊടുക്കാൻ പറ്റുന്നവരെല്ലാം കൊടുക്കണം.
കൊടുക്കണം. എന്ന് വെച്ചാൽ അവർ വീട്ടിൽ ഇവരെ പൈസ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം ശരീരസുഖവും ജോലിയും എല്ലാം കിട്ടട്ടെ. ഇപ്പം കിട്ടുന്ന അവസരങ്ങൾ, ജോലിക്ക് വിളിച്ചാൽ പോവാതെ മടിച്ച് കിടക്കണവരെ നിങ്ങളെല്ലാവരും ജോലിക്ക് പോവുക. ഇപ്പം കിട്ടുന്ന അവസരം പിന്നീട് കിട്ടുമോ? കിട്ടൂല. പിന്നീട് നമുക്ക് ശരീരസുഖം കിട്ടുമോ? കിട്ടൂല. നമുക്ക് ഇപ്പം കിട്ടുന്ന ശരീരസുഖം ഒരു പ്രായം തെറ്റുമ്പോൾ നമുക്ക് ചെയ്യാനേ പറ്റൂല. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം ഗൾഫിലിരിക്കുന്നവരെല്ലാം ഒരു മടിയും കൂടാതെ ഉഷാറോടെ നിങ്ങൾ എഴിച്ച് നിങ്ങൾക്ക് കഴിവുള്ള ജോലികളെല്ലാം നിങ്ങൾ ചെയ്യുക. കമ്പ്യൂട്ടറിലൊക്കെ ഇരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? നല്ല എക്സസൈസ് ചെയ്യണം. കടകളിലൊക്കെ ജോലി ചെയ്യണവരൊക്കെ നല്ല എക്സസൈസ് ചെയ്യണം. ജോലി ചെയ്യണ മക്കൾ കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ട. അല്ലാത്തവരെല്ലാം എക്സസൈസ് ചെയ്യണം. അല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് പിടിപെട്ടാൽ നമ്മളെ ശരീരത്തിന് രോഗങ്ങൾ പോകില്ല. എല്ല് തേയ്മാനമുള്ള മക്കളുണ്ടോ? അവർക്കൊക്കെ എക്സസൈസ് മെയിനാണ് മക്കളെ. എക്സസൈസ്, നല്ല ആഹാരവും. അവർക്ക് നല്ല ആഹാരവും എക്സസൈസും ചെയ്താൽ എത്രയും പെട്ടെന്ന് ആ എല്ല് തേയ്മാനെല്ലാം മാറും മക്കളെ. നിങ്ങൾ സന്തോഷമായിരിക്കുക. അമ്മയ്ക്ക് കരുണയുടെ സഹായം നിങ്ങൾ തരിക. എല്ലാ മക്കളും തരിക. ഗൾഫിലിരിക്കുന്ന മക്കൾ തൊട്ട് എല്ലാ മക്കളും അമ്മയ്ക്ക് കരുണയുടെ സഹായം നിങ്ങൾ ചെയ്യുക മക്കളെ. എൻ്റെ ചെല്ല മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആരുമില്ല, നിങ്ങളേ ഉള്ളൂ. എൻ്റെ ചെല്ല മക്കളുകളേ ഉള്ളൂ. ഒരമ്മ ഒരിക്കലും ഒരു മക്കൾ നശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. നിങ്ങൾ നന്നായിരിക്കുവാൻ വേണ്ടിയാണ് അമ്മ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അമ്മ കൈപ്പൊക്കി അനുഗ്രഹിക്കുകയാണ് മക്കളെ. എല്ലാ മക്കളും, എൻ്റെ സ്വരം കേൾക്കണ എല്ലാ മക്കളും നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി തീരണം. എല്ലാ മക്കൾക്കും കടബാധ്യതയുള്ള മക്കൾക്ക് കടബാധ്യത എല്ലാം തീരും മക്കളെ. നിങ്ങൾ ഉണർന്ന് നമ്മളെ ചെയ്യുന്ന ജോലി നമുക്ക് വേറെ ആരും നമുക്ക് ചെയ്തു തരില്ല. നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണർന്നൊന്ന് പ്രവർത്തിക്കുക മക്കളെ. നിങ്ങൾ സന്തോഷമായിരിക്കുക. എൻ്റെ ചില മക്കൾക്കെല്ലാം ഹാപ്പി ആണല്ലോ അല്ലേ? അമ്മ വയ്ക്കട്ടെ.